ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ദം ബിരിയാണി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ ഒരു പാനിലേക്ക് നെയ്യ്, ഓയിൽ, അത് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്കാട്ടോ എടുക്കുന്നത്. ഈ മുന്തിരി ഞാൻ തന്നെ ഉണക്കിയെടുത്താൽ കേട്ടോ. ഇവിടെ നമ്മുടെ പച്ചമുന്തിരി. പിന്നെ ഉള്ളി നമുക്കൊന്ന് പിരിപ്പിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പിസ്ത ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇടാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ലോണം മുരിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളി കുറച്ച് മാറ്റി വെക്കാം. പിന്നെ തക്കാളി, 4 തക്കാളി, 6 വെള്ളുള്ളി എടുത്തു. പിന്നെ 4 തക്കാളി നന്നായിട്ട് വാറ്റി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരുംജീരകം ഇട്ട് അരച്ചതിന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ. അതൊരു പകുതി വേവായ ശേഷം ഈ വറുത്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഇട്ടിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ബിരിയാണിക്ക് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ട്, ജീരകശാല. അത് നന്നായിട്ട് കഴുകി വെള്ളം കളയാറ്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സാജീരകം കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നെയ്യും ഉള്ളി പൊരിച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഹോൾ സ്പൈസസ് ഇടുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഇടുക. പിന്നെ വെള്ളം 3 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കായിട്ട് ഞാൻ. പിന്നെ നാരങ്ങ പകുതി പിഴിഞ്ഞൊഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പിടുക. അരി നന്നായിട്ടിട്ടിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ക്യാരറ്റും പച്ചമുളകും മല്ലിയിലയും ഉള്ളിയും തൈരിട്ടിട്ട് നമുക്ക് കച്ചമ്പർ ഉണ്ടാക്കി വെക്കാം കേട്ടോ. പിന്നെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദമ്മിടൽ പരിപാടി കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലേക്ക് ആദ്യം ഒരു ലെയർ ചോറിടുക, നെയ്യ് ഒഴിക്കുക, ഈ പിസ്തയും അണ്ടിപ്പരിപ്പ് മുന്തിരിയും മല്ലിയിലും പുതിനയിലൊക്കെ ഇടുക. അങ്ങനെ 2 ലെയറായിട്ട് നമുക്ക് ഇതാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 3/4 മണിക്കൂർ ദം ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ലൊരു ദം ബിരിയാണി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.